ഇഷ്ടപ്പെട്ടതെങ്കിലും ഏറ്റവും വലിയ എന്താ പറയുക വിശ്വാസമില്ലായ്മയാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ഇത് പറയുമല്ലോ, എലീനെ പേടിച്ച് എന്താ പറയുക ഇല്ലം ചുടും, അല്ലെങ്കിൽ പന്തളത്തിൽ എന്തോ കയറുന്നൊക്കെ പറയുമല്ലോ. അതാണ് എരിചട്ടി എന്ന് വെറുചട്ടിയിലോട്ട്, അതാണ് അവസ്ഥ ഉണ്ടായത്. അതായത് ഞാൻ മര്യാദയ്ക്ക് എൻ്റെ നിലപാടും എടുത്ത് എനിക്ക് പറയാനുള്ളത് മാത്രം പറഞ്ഞ് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു പരാതി നൽകിയാൽ ആ വ്യക്തിയുടെ പേരും മാധ്യമത്തിലോട്ടും, ഞാൻ നിങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് പറയുന്നത്, മാധ്യമത്തിലോട്ടും പൊതുസമൂഹത്തിലോട്ടും ആ വ്യക്തിയുടെ പേര് പോയാൽ ഒന്നാമത് ആ വ്യക്തിയെ നിങ്ങൾ ശരിയാക്കിയെടുക്കും എന്നതിനപ്പുറം ആ സിനിമയുടെ ഒരു ഭാവിയുണ്ട്. എന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത സിനിമ, അല്ലെങ്കിൽ അദ്ദേഹത്തെ വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമ, ഓൺഗോയിങ് സിനിമ, പ്രൊഡ്യൂസേഴ്സ്, ഇവരുടെയൊക്കെ ബാധിക്കും. ഊഹിക്കേണ്ടവർ ഊഹിച്ചോ, നിങ്ങൾക്ക് ഊഹിക്കാനുണ്ടെങ്കിൽ ഊഹിച്ചോ, ആരാണെന്ന് വെച്ചാൽ ഊഹിച്ചോ. പക്ഷേ വ്യക്തമായ പേര് പറയുമ്പോൾ അത് പൊതുസമൂഹത്തിന് കൃത്യമായി മനസ്സിലാവുമ്പോൾ ആ പേര് വെച്ചുണ്ടാകുന്ന സിനിമകളെ അത് ബാധിക്കും. ഇതിലൊന്നും നിഷ്കളങ്കരായ കുറേ, അല്ലെങ്കിൽ നിസ്സഹായരായ കുറേ സിനിമാക്കാരെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് വ്യക്തമായി ആ പേര് പുറത്തോട്ട് വിടരുത് എന്ന് ഞാൻ പറഞ്ഞത്. ആൻഡ് ആ പേര് പുറത്തു വിടുമ്പോൾ തന്നെ ഇതിന് ചുക്കാൻ പിടിക്കുന്ന പ്രൊഡ്യൂസർ അസോസിയേഷനും അമ്മയും, അതുപോലെ ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്ത ഫിലിം ചേംബറും എത്രത്തോളമാണ് സിനിമയുടെ ഈ ഒരു അവസ്ഥയെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളത് എനിക്ക്, എൻ്റെ ബോധം പോലും ഈ ലീക്കാക്കിയവർക്ക് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പരാമർശിച്ചവർക്ക്, ഒരു സിനിമയിൽ 5 വർഷമായിട്ട് നിൽക്കുന്ന എൻ്റെ ബോധം പോലും അവർക്കില്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളൂ. ശരിയാണ്, ഇങ്ങനൊരു കുറ്റകരമായിട്ടുള്ള ഒരു വ്യക്തിയെ പൊതുസമൂഹത്തിലോട്ട് വലിച്ചിറക്കാൻ എളുപ്പമാണ്, പൊതുസമൂഹത്തിൻ്റെ എന്താ പറയുക അവരറിയേണ്ടതാണ്. പക്ഷേ ഈ കുറച്ച് വേറെയും നിങ്ങളാരും ചിന്തിക്കാത്ത തരത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവാത്ത കുറേ ആളുകളുടെ ജീവിതം ഇയാളെ വെച്ചുകൊണ്ട് എടുത്ത സിനിമയിലുണ്ട്. അവരെ നമ്മൾ പരിഗണിക്കണം. അത് പരിഗണിക്കാതെ ചെയ്ത ഒരു മോശം നിലപാടായിപ്പോയി. ഇതാരാണോ ലീക്ക് ചെയ്തത് അവരുടെ പിന്നാലെ ഞാൻ പോകാൻ പോകുന്നില്ല. പക്ഷെ ആരാണോ ലീക്ക് ചെയ്തത് അതിന് നമ്മൾ പച്ചയ്ക്ക് വേറെ ഒരു വേർഡ് വെച്ച് പറയും, മോശമായിപ്പോയി. അത്രയും എനിക്കിപ്പോൾ ഇത് മീഡിയാസിൻ്റെ മുന്നിൽ പറയാൻ തോന്നുന്നില്ല. അത്രയും മോശമായിപ്പോയി അവരെ കാണിച്ച പ്രവൃത്തി, ലീക്ക് ചെയ്തത്, അതിൻ്റെ സ്വകാര്യത നഷ്ടപ്പെടുത്തിയത് വളരെ മോശമായിപ്പോയി. ഉറപ്പായിട്ട് നഷ്ടപ്പെടില്ലേ? എന്നെ ഈ കാണുന്ന ഈ ആളുകൾക്കും, അല്ലെങ്കിൽ നിങ്ങൾ പറ, ഇത് നഷ്ടപ്പെടില്ലേ? തീർച്ചയായും നഷ്ടപ്പെടും. അത്രയും വിശ്വസിച്ച് പരാതി നൽകാൻ ഒരു തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റും ഇല്ലാതെ എൻ്റെ നിലപാടിൽ ഞാൻ ഉറച്ചു നിന്ന് ഞാൻ സ്വയമേ ഒരു തീരുമാനമെടുത്ത് ആരെയും ഉപദ്രവിക്കാതെ മുന്നോട്ട് പോവാം എന്നുള്ളൊരു തീരുമാനമായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഒരു തുറന്നു പറച്ചിൽ, അത് ആർക്കും ഒരു സിനിമയുടെ പേരും പോലും പറയാതെ ഇപ്പം ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ നൽകിയ പരാതി ആ സിനിമകളെയൊക്കെ ബാധിക്കത്തില്ലേ? അതെൻ്റെ ഒരു കൺസിഡറേഷൻ അല്ലേ, എനിക്ക് അവരോടുള്ളൊരു കൺസിഡറേഷൻ. ഞാൻ വർക്ക് ചെയ്യുന്നൊരു സിനിമയിൽ ആ പ്രൊഡ്യൂസേഴ്സിനെയും ആ ടെക്നീഷ്യൻസിനും ഒക്കെ ഇയാളുടെ പേര് പുറത്തു വരുമ്പോൾ, ഇയാൾക്കൊരു നെഗറ്റിവിറ്റി വരുമ്പോൾ ഈ പറയുന്ന സിനിമകളെയൊക്കെ അത് ബാധിക്കും, വളരെ മോശമായി ബാധിക്കും. ഒരാൾ ഒരു OTT ഉണ്ടാവും അതെടുക്കാനായിട്ട്? ഇല്ല. എത്ര നല്ല സിനിമയാണെങ്കിലും, ഇന്ന ആൾ അഭിനയിച്ച സിനിമയാണെങ്കിൽ OTT ഉണ്ടാകത്തില്ല. അതുപോലെ ഒരു ചാനൽ എടുക്കത്തില്ല. കാരണം ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാൾ അഭിനയിച്ച സിനിമകൾ ഏത് ചാനൽ എടുക്കും? ഒരു ചാനലും എടുക്കാനുണ്ടാവില്ല. ഇത്രയും ഞാൻ ചിന്തിക്കുന്ന അത്രയും ബോധം ഇവർക്കൊക്കെ ഒന്നുമില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാ സംഘടനയും ഞാൻ അടിച്ചപേക്ഷിക്കും. തീർച്ചയായും വ്യക്തിപരമായിട്ട് അവർ സിനിമയിൽ പ്രവർത്തിക്കും. അവർ തന്നെ ഇന്നലെ ഞാൻ പുറത്തു വിടരുത്, പേര് പുറത്തു വിടരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാനും പ്രൊഡ്യൂസർ അല്ലേ, ഞാനും സിനിമ അംഗമല്ലേ, ഞാനും സിനിമ ഫാമിലി അല്ലേ, ഞാൻ അങ്ങനെ ചെയ്യും എന്ന് ചോദിച്ച ആളാണ് എൻ്റെ അറിവിൽ ഇപ്പോൾ പുറത്തു വിട്ടിട്ടുള്ളത്. വളരെ മോശം, വളരെ മോശം. സാഹചര്യത്തിൽ ഇപ്പോൾ സിനിമ സംഘടനയിൽ നിന്നോ അല്ലെങ്കിൽ ഇത്തരം പരാതി കൊടുത്തിടത്തും നീതി കിട്ടിയില്ലെങ്കിൽ ഇനി സമീപിക്കേണ്ടത് പോലീസിനെയോ? ഒരാളെ ഞാൻ സമീപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. നടപടികൾ എടുക്കേണ്ടവരെടുത്തോട്ടെ. എൻ്റെ നിലപാടുകളിൽ ഇനി മുന്നോട്ട് പോകത്തേ ഉള്ളൂ. ഇനി എന്ത് സംഭവിച്ചാലും, എനിക്ക് മോശം സംഭവം അനുഭവിച്ചാൽ പോലും ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക എന്നല്ലാതെ ഒരു പരാതിക്കോ ഒരു എന്താ പറയുക എംപവർമെൻറ്റിനോ ഞാനില്ല. ഐ എം ഡൺ.
എംപവർമെന്റ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ പരാജയപ്പെട്ടു പോകാൻ പാടുമോ? പ്രത്യേകിച്ച് സ്ത്രീകൾ ഇങ്ങനെ ഈ തൊഴിൽ സ്വയം നിലപാട് ആർക്കാണോ അനുഭവം ഉള്ളത് അവർ സ്വയം ഒറ്റയ്ക്ക് നിലപാടെടുക്കട്ടെ. അതല്ലേ വേണ്ടത്. ആർക്കാണോ മോശം അനുഭവം ഉണ്ടായത് അവര് മനസ്സിലാക്കി അവരെ തിരുത്തട്ടെ. അതാണ് വേണ്ടത്.